ഈ വീഡിയോയിൽ ഒരു ഗവൺമെന്റ് ചെല്ലാൻ ഫോം എങ്ങനെയാണ് ട്രിപ്ലിക്കേറ്റായി മൈക്രോസോഫ്റ്റ് എക്സലിൽ പ്രിന്റ് ചെയ്തെടുക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് കഴിഞ്ഞ വീഡിയോസ് കണ്ടവരിൽ ചിലർ ചോദിച്ചിരുന്ന ഒരേ കാര്യത്തിനുള്ള ഒരു സൊല്യൂഷനാണ് ആദ്യം പറയാൻ പോകുന്നത്. അതായത് മൈക്രോസോഫ്റ്റ് എക്സലിൽ ഒരു കോളം ഹൈഡ് ചെയ്യുന്നതിനുള്ള കീബോർഡ് ഷോർട്ട്കട്ട് കീ Ctrl+0യും അൺഹൈഡ് ചെയ്യുന്നതിനുള്ള ഷോർട്ട്കട്ട് Ctrl+Shift+0യും ആണെന്ന് പറഞ്ഞിരുന്നു. അതനുസരിച്ച് Ctrl+0 കൊടുക്കുമ്പോൾ കോളം ഹൈഡ് ആകുന്നു. എന്നാൽ വീണ്ടും അൺഹൈഡ് ചെയ്യാനായി Ctrl+Shift+0 കൊടുത്തപ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ല എന്ന് സൂചിപ്പിച്ചിരുന്നു. അത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചിരുന്നത്. അത് മൈക്രോസോഫ്റ്റ് എക്സലിലെയും നമ്മുടെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെയും കീബോർഡ് കമാൻഡ്സുകൾ തമ്മിലുള്ള ചെറിയ കോൺഫ്ലിക്റ്റ് വരുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. ചിലരുടെയെങ്കിലും സിസ്റ്റത്തിൽ ഈ ഒരു കമാൻഡ് വർക്ക് ചെയ്യാതിരുന്നത് ആ ഒരു കാരണം കൊണ്ടാണ്. ഈ പ്രശ്നമുള്ളവർ അവരുടെ വിൻഡോസ് OSലെ കീബോർഡ് സെറ്റിംഗ്സിൽ ചില ചേഞ്ചസ് വരുത്തിയാൽ ഇത് സോൾവ് ചെയ്യാവുന്നതാണ്. അത് എങ്ങനെയാണ് എന്നാണ് ആദ്യം കാണിക്കുന്നത്. അതിനുശേഷം ഗവൺമെന്റ് ട്രഷറിയിൽ പണമടയ്ക്കുന്ന ചെല്ലാന്റെ പുറകുവശത്തുള്ള ക്യാഷ് ഡിനോമിനേഷൻ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്ന ആ ഭാഗം എക്സലിൽ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നും അതിനുശേഷം ചെല്ലാന്റെ മുൻവശത്തെ ഭാഗം ഫോമാറ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്നും നോക്കാം. ഇത് പൂർണ്ണമായും ചെയ്തു കഴിയുമ്പോൾ സ്ഥിരമായി ട്രഷറിയിൽ പണമടയ്ക്കാൻ പോകുന്നവർക്ക് മാനുവലായി ഫോം ഫില്ലപ്പ് ചെയ്യുന്നതിന് പകരം വളരെ ഈസിയായി അവരുടെ ഓഫീസിൽ ഇരുന്നു കൊണ്ട് തന്നെ എക്സൽ വഴി ഫോം ഫില്ലപ്പ് ചെയ്യാനും അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്തു കൊണ്ടുപോയി പണമടയ്ക്കാനും സാധിക്കും. ഇനി നമുക്ക് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു കോളം ഹൈഡ് ചെയ്യുന്നതിന് Ctrl+0 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ Ctrl+0 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കോളം ഹൈഡ് ആവും. Ctrl+Shift+0 പ്രസ് ചെയ്യുമ്പോൾ അൺഹൈഡ് ആവും. ഇത് വർക്ക് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിന് ചെയ്യേണ്ടത് നിങ്ങളുടെ വിൻഡോസ് 10 അല്ലെങ്കിൽ വിൻഡോസ് 7, ഞാനിപ്പോൾ ഇവിടെ വിൻഡോസ് 7 ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ കൺട്രോൾ പാനൽ എടുക്കുക. ഇതേ പ്രൊസീജിയർ തന്നെയാണ് വിൻഡോസ് 10ലും യൂസ് ചെയ്യേണ്ടത്. ഇവിടെ വന്നിട്ട് കൺട്രോൾ പാനൽ എടുത്തതിന് ശേഷം ക്ലോക്ക് ലാംഗ്വേജ് ആൻഡ് റീജിയൻ എന്ന ഭാഗത്തു നിന്നും ചേഞ്ച് കീബോർഡ് ഓർ അതർ ഇൻപുട്ട് മെത്തേഡ്സ് ഇത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഫോമാറ്റ്, ലൊക്കേഷൻ, കീബോർഡ്സ് ആൻഡ് ലാംഗ്വേജ്, അഡ്മിനിസ്ട്രേറ്റീവ് ഇത് കാണും. അതിൽ കീബോർഡ്സ് ആൻഡ് ലാംഗ്വേജിനകത്ത് നിന്നും ചേഞ്ച് കീബോർഡ്സ് എന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അഡ്വാൻസ്ഡ് കീസ് സെറ്റിംഗ്സ് എന്ന ടാബ് ഒന്ന് ക്ലിക്ക് ചെയ്യണം. അവിടെ വരുമ്പോൾ ബിറ്റ്വീൻ ഇൻപുട്ട് ലാംഗ്വേജസ് എന്ന് പറയുന്ന ഇവിടെ കീ സീക്വൻസ് ഇത് ഹൈലൈറ്റ് ചെയ്തിരിക്കും. അവിടെ നിന്നുകൊണ്ട് ചേഞ്ച് കീ സീക്വൻസ് എന്ന് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ നോട്ട് അസൈൻഡ് ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഒരുപക്ഷെ നിങ്ങളുടെ സിസ്റ്റത്തിൽ അത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇവിടെ Ctrl+Shift അല്ലെങ്കിൽ Ctrl+Shift ഇത് ഏതെങ്കിലും ഒന്ന് എനേബിൾ ആയിരിക്കും. അപ്പോൾ അതിന് മാറ്റി നോട്ട് അസൈൻഡ് എന്ന് കൊടുത്ത് ഓക്കെ കൊടുത്തതിന് ശേഷം ഇവിടെ അപ്ലൈ കൊടുത്തു കഴിഞ്ഞ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ മതി. വീണ്ടും ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്യാം. അപ്പോഴും വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സാധാരണ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എക്സൽ ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും റീ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ കമാൻഡ് കീബോർഡ് വീണ്ടും വർക്ക് ചെയ്യും. അപ്പോൾ ഇപ്പോൾ അതെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ആ രീതിയിൽ നമുക്ക് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാം. നമ്മൾ ആദ്യം ചെല്ലാൻ്റെ ബാക്ക് സൈഡ് ഈ ഭാഗമാണ് ചെയ്യാൻ പോകുന്നത്. ഇത് കണ്ടാൽ വളരെ സിമ്പിളായിട്ട് തോന്നും, സിമ്പിൾ തന്നെയാണ്. പക്ഷേ ഞാൻ ഈ ഒരു എക്സസൈസ് സെലക്ട് ചെയ്തതിന് കാര്യം ഇതിനകത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് എക്സലിൽ നിന്ന് പുതിയതായിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. ആദ്യം ഈ ഒരു ഭാഗം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ റിവേഴ്സ് ഓഫ് ഫോം TR12, പർട്ടിക്കുലേഴ്സ് ഓഫ് മണി പെയ്ഡ്, കറൻസി നോട്ട്സ്, ഇങ്ങനെ ഈ രീതിയിൽ ഒരു ഫോമാറ്റ് ആദ്യം ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം ഈ നോട്ട്സ് ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ കറൻസി ടൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ എമൗണ്ടും റുപ്പീസ്, PS, പൈസ ഇതെല്ലാം ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരണം. ഇവിടെ എക്സൽ ഓപ്പൺ ചെയ്തു. ഇവിടെ നമുക്ക് പുതിയതായിട്ടൊരു വർക്ക്ഷീറ്റ് ഇൻസേർട്ട് ചെയ്യാം. പുതിയ ഒരു വർക്ക്ഷീറ്റ് ഇൻസേർട്ട് ചെയ്യാനുള്ള കമാൻഡ് നമുക്കറിയാം. Shift+F11 കൊടുത്താൽ മതി. പുതിയ ഒരു വർക്ക്ഷീറ്റ് ഫോം ചെയ്തു. ഇവിടെ ഇത് ഷീറ്റ് 1 എന്ന് പറഞ്ഞു. അതിന് വേണമെങ്കിൽ നമുക്ക് റീനെയിം ചെയ്യാനുള്ള കമാൻഡ് Alt+OHR കൊടുത്താൽ മതി. Alt+OHR കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ ചെല്ലാൻ ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി Ctrl+A കൊടുത്തു കഴിഞ്ഞാൽ ഇത് എൻ്റയർ വർക്ക്ഷീറ്റ് സെലക്ട് ആവും. അതിനുശേഷം Alt+HAM എന്ന് കൊടുക്കുമ്പോൾ അത് വെർട്ടിക്കൽ അലൈൻമെൻ്റ് എല്ലാം സെൻറ്ററായി ഈ ഭാഗത്ത്. ആ വർക്ക്ഷീറ്റിലെ ഏത് ഭാഗത്ത് നിന്ന് വേണമെങ്കിലും തുടങ്ങാം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങാം. ആദ്യത്തെ ലൈൻ എന്തായിരുന്നു? അത് റിവേഴ്സ് ഓഫ് ഫോം TR12 അങ്ങനെയായിരുന്നു. അപ്പോൾ അത് ആദ്യം ടൈപ്പ് ചെയ്യാം. പിന്നെ അടുത്ത ലൈനിൽ എന്തായിരുന്നു? പർട്ടിക്കുലേഴ്സ് ഓഫ് മണി പെയ്ഡ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത കോളത്തിൽ കറൻസി നോട്ട് എന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ എന്തായിരുന്നു? ഞാനൊന്ന് നോക്കാം അതിനകത്ത്. അതുകൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വയ്ക്കാം. കറൻസി നോട്ട്സ്, നമ്പർ, എമൗണ്ട് ഇൻ റുപ്പീസ്. കറൻസി നോട്ട് കഴിഞ്ഞാൽ തൊട്ടടുത്ത കോളത്തിൽ തന്നെ നമ്പർ എന്ന് ടൈപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എമൗണ്ട് ഇൻ റുപ്പീസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ PS. ഇത്രയാണ് എൻ്റർ ചെയ്തത്. ഇവിടെ നിന്നും ഇതുവരെയാണ് അതിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ഭാഗത്ത് വേണമെങ്കിൽ ഇതിനെ നമുക്ക് സെൻട്രലൈസ് ചെയ്യാം.
അത്രയും ഭാഗം സെലക്ട് ചെയ്തു. ആൾട്ട് HMC കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് സെൻട്രലൈസ് ചെയ്തു. ഇവിടെയും അതുപോലെ ആൾട്ട് HMC എന്ന് കൊടുത്താൽ മതി, അത് സെൻട്രലൈസ് ചെയ്തു. ഇവിടെ വേണമെങ്കിൽ നമുക്ക് അല്പം അങ്ങോട്ട് നീക്കാം. ഇത് ഒരു കുറച്ച് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താലും മതി. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇതിൻ്റെ സ്പേസ് വേണമെങ്കിൽ ഒരു ഇത്രയും ഇരുന്നോട്ടെ. ഇവിടെയും കുറച്ചുകൂടി നീക്കാം. PS ഇത്രയും കൊടുത്തു. ഇതും എല്ലാം സെൻട്രലൈസ് ചെയ്യാം. ഇതും സെൻട്രലൈസ് ചെയ്ത് വെച്ചു. ഇനി ഇവിടെ വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാം സ്പേസ്. ഇവിടെയും കുറച്ച് കുറയ്ക്കാം, സ്പേസ് കുറച്ചു. ഇനി ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത് ₹2000, ഇവിടെ ₹10,000, 1000 rupees, 500, 5. ഇത്രയും കാര്യങ്ങൾ ടൈപ്പ് ചെയ്തു. ഇവിടെ നമുക്ക് നമ്പർ ടൈപ്പ് ചെയ്യണം, ഇവിടെ എമൗണ്ട് വരണം, ഇവിടെ PS വരണം. ഇത്രയാണ്. അത് കഴിഞ്ഞിട്ട് താഴെ വരേണ്ടത് വീണ്ടും കോയിൻസ് എന്ന് വരണം. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ അവർ റുപ്പീസ് കൊടുക്കും, നമുക്ക് PS മതി, PS എന്ന് എഴുതാം. പൈസ എത്രയാണ് പൈസ വരുന്നത്? 50 പൈസ വരാം. പൈസ 25. ഇപ്പം 25 ഒന്നും പൈസ ഒന്നും ഇല്ല എങ്കിലും 25. നമുക്കത് പഠിക്കാൻ വേണ്ടി 10, 5 പൈസ. അതിനുശേഷം പിന്നെ എന്താണ്? ടോട്ടൽ കോയിൻസ്. അത് കഴിഞ്ഞാൽ ഗ്രാൻഡ് ടോട്ടൽ. ഇത്രയും കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഇത് ബോൾഡ് കൊടുക്കാം, Ctrl+B. അതിനുശേഷം കോയിൻ ബോൾഡാക്കി, ടോട്ടൽ കോയിൻസ് ഇത് 2 ബോൾഡാക്കി വെച്ചു. ഇത്രയും ചെയ്തു. ഇനി നമുക്കിതിന് കോളം വരയ്ക്കണം. കോളം വരയ്ക്കാനായിട്ട് ഇത് ഫുള്ളായിട്ടൊരു കോളം വരയ്ക്കാം. Ctrl+1 പ്രസ് ചെയ്തു. ബോർഡറിൽ വന്നിട്ട് ഇതിൻ്റെ ചുറ്റും ഇത് സെലക്ട് ചെയ്ത് ഒരു ബോർഡർ വരച്ചു. അതിനുശേഷം ഇവിടെ എല്ലാം വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കണം. ഇതും Ctrl+1 കൊടുത്തിട്ട് ഈ തിക്നെസ് ലൈൻ ചെറിയ ലൈൻ ഉപയോഗിച്ചിട്ട് വരച്ചു. അതിനുശേഷം ഇപ്പോൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്താൽ മതി. ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് ഇത്രയും ഭാഗം സെലക്ട് ചെയ്തതിന് ശേഷം Ctrl+1 കൊടുത്തു നാരോ ലൈൻസ് കൊടുക്കാം. നാരോ ലൈൻസ് കൊടുത്തു. ഇവിടെ വേണമെങ്കിൽ ഇത് തിക്ക് ലൈൻ ആക്കാം കുറച്ചുകൂടെ. അത് ഈ ലൈൻ സെലക്ട് ചെയ്താൽ മതി. ഇവിടെ അത് സെലക്ട് ചെയ്തു. ഇവിടെയും ഒരു തിക്ക് ലൈൻ കൊടുക്കാം. ഇവിടെയും ഇതേ ലൈൻ തന്നെ കൊടുക്കാം. ഇനി ടോട്ടൽ കോയിൻസും വേണമെങ്കിൽ ഇവിടെ ഇതേ ലൈൻ തന്നെ കൊടുക്കും. നമ്മളിവിടെ ഒരു കോയിന് മുമ്പേ ഇവിടെ ഒരു കോളം വിട്ടുപോയി. ഇവിടെ ടോട്ടൽ നോട്ട്സ്, അപ്പോൾ അത് ഒരു കോളം കൂടെ ഇൻസേർട്ട് ചെയ്യണം. Alt+IR കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ ടോട്ടൽ നോട്ട്സ് അതും കൂടെ ഒരു ബോൾഡ് കൊടുത്തതിന് ശേഷം ഇവിടെയും ഒരു ലൈൻ വരയ്ക്കാം. Ctrl+1 കൊടുത്തു. അതിനുശേഷം ഇവിടെ താഴെ സിംഗിൾ ലൈനും മുകളിൽ ഡോട്ടർ ലൈൻ തന്നെയാണ്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞു. ഇത്രയും കഴിഞ്ഞു. ടോട്ടൽ നോട്ട്സ് ഇവിടെ ടോട്ടൽ വരണം. ഇവിടെ എത്ര നോട്ട് കൗണ്ട് ചെയ്യുന്നത് വരണം. ഇവിടെ അതിൻ്റെ എമൗണ്ട് വരണം. ഇവിടെ പൈസ വരണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫോമാറ്റിങ്. ഇനി ബാക്കി ഇതിനകത്തുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനി നമുക്കിവിടെ ഫോമുലാസ് അപ്ലൈ ചെയ്യാം. ഇവിടെ ഞാൻ 1 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2000 എന്ന് വരണം. 2 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 4000 വരണം. അങ്ങനെ ആ രീതിയിൽ. അപ്പോൾ ഇവിടെ ഒരു സിമ്പിളായിട്ടൊരു ഫോമുല കൊടുക്കാം. C7 × 2000. അതുപോലെ ഇവിടെ കൊടുക്കേണ്ടത് C8 × 1000. ഇവിടെ × 500. ഇവിടെ C10 × 200. ഇവിടെ C11 × 100. ഇവിടെ C12 × 50 = × 20 ഇവിടെ × 10 = 5. ഇത്രയും കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ഞാൻ 1 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 2000 എന്ന് വരും. 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 4000 ആവും. ഇത് 3 കൊടുത്താൽ 3000. അപ്പോൾ ഇവിടെ എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് കോമ ഫോമാറ്റിലോട്ട് മാറ്റാം. അതിനു മുമ്പ് ഈ ഒരു കോളം ഇത് സെൻട്രലൈസ് ചെയ്യാൻ വേണ്ടി കൺട്രോളും സ്പേസ് ബാറും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ കോളം സെലക്ട് ചെയ്യുന്നതിന് കൺട്രോളും സ്പേസ് ബാറും കൊടുത്താൽ മതി. പക്ഷേ ഇവിടെ നിന്ന് കോളം സെലക്ട് ചെയ്യാൻ കൺട്രോളും സ്പേസ് ബാറും കൊടുക്കുമ്പോൾ അത് ഫുള്ളായിട്ട് സെലക്ട് ചെയ്യുന്നതിന് കാരണം ഇവിടെ മെർജ്ഡ് സെല്ലുണ്ട്. ഇവിടെ 2 മെർജ് സെല്ലുണ്ട്. അത് ഒരൊറ്റ കോളമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റാത്തത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് സെൻട്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അത് സെൻട്രലൈസ് ചെയ്തു. ഇനി ഇവിടെ ഇത് കോമ ഫോമാറ്റിൽ മാറ്റാൻ വേണ്ടി
ഇവിടെ നിന്നിട്ട് ഇവിടെ കോമ ഫോമാറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ വരും. പക്ഷെ നമുക്ക് പൈസ ഇപ്പുറത്ത് വരണം, ഇവിടെ റുപ്പീസ് മാത്രമേ കാണിക്കാവൂ. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്നത് ഈ കോമ ഫോമാറ്റിൽ ഇതിൻ്റെ ഡെസിമൽസ് റൈറ്റിലോട്ട് മാറ്റിയാൽ മതി. അതിനുവേണ്ടി ഇവിടെ നിന്നും ഇത് ഡെസിമൽസ് കുറയ്ക്കാൻ ഇവിടെ 1, 2 ഇങ്ങനെ കുറച്ചാൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടെ സെലക്ട് ചെയ്തിട്ട് 1, 2 അപ്പോൾ അത് മാറി. പക്ഷേ ഇവിടെ പൈസ വരണം. പൈസ സാധാരണ റുപ്പീസ് വരുമ്പോൾ ഇവിടെ പൈസ വരാറില്ല. അപ്പോൾ അവിടെ ഒരു 00 വന്നാൽ മതി. 00 ഇങ്ങനെ വന്നാൽ മതി 0. പക്ഷേ 00 എന്ന് തന്നെ കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. അതായത് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ 00 എന്ന് ഇവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ 00 എന്ന് വരണം. ഇവിടെ ഒന്നും ടൈപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ബ്ലാങ്ക് ആയിട്ട് കാണിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഈക്വൽ ടു കൊടുത്തിട്ട് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാം. ഇഫ് എന്ന് കൊടുത്ത് ഇഫ് സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് ഞാൻ നേരത്തെ ഉള്ള വീഡിയോസിൽ ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സംശയമുള്ളവർ അത് നോക്കുക, ആ വീഡിയോ നോക്കുമ്പോൾ മനസ്സിലാവും. ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ഈ D7 എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്ത് ചെയ്യണം? 0 ആണെങ്കിൽ അവിടെ ഒരു ബ്ലാങ്ക് പ്രിന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാനൊരു ഹൈഫൻ പ്രിന്റ് ചെയ്യുക, ബ്ലാങ്ക് പ്രിന്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം? അല്ലെങ്കിൽ ഇവിടെ 00 എന്ന് പ്രിന്റ് ചെയ്യണം. അപ്പോൾ ഇത് മനസ്സിലായാലും ഇവിടെ D7 എന്ന് പറയുന്ന ഈ ഇവിടുത്തെ വാല്യൂ 0 ആണെങ്കിൽ, അതായത് അവിടെ ഒന്നുമില്ലെങ്കിൽ അവിടെ ഒരു ഹൈഫൻ പ്രിന്റ് ചെയ്യുക. അതല്ല അവിടെ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ 00 എന്ന് പ്രിന്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റർ പ്രസ് ചെയ്ത് നോക്കാം, ഇവിടെ 00 എന്ന് വന്നു. ഈ ഒരു കോളം സെൻട്രലൈസ് ചെയ്യാം, 00 എന്ന് വന്നു. ഇനി ഇവിടെ ഞാൻ ഒന്നും ടൈപ്പ് ചെയ്തില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ബ്ലാങ്ക് ആയിരിക്കും, ഒരു ഡാഷ് ആയിരിക്കും വരുന്നത്. ഡാഷ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നിന്നിട്ട് ആ ഡാഷ് മാറ്റി സ്പേസ് ബാർ ആക്കി ഇങ്ങനെ സ്പേസ് ആയിരിക്കും കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഡാഷാണ് കുറച്ച് ഭംഗിയെന്ന് തോന്നുന്നു. അപ്പോൾ ഡാഷ് തന്നെ ഇടാം. അപ്പോൾ ഇങ്ങനെ വന്നു. ഈ ഫോമിൽ തന്നെ താഴേക്ക് കോപ്പി ചെയ്യാം. ഇതുവരെ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ AltESF കൊടുത്തു കഴിയുമ്പോൾ ആ ഫോമിലെല്ലാം താഴോട്ട് കോപ്പി ചെയ്തു. അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ല, ഞാൻ ഇവിടെ 1 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വരും. ഇവിടുത്തെ എല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അപ്പുറത്തും റിമൂവ് ആവും. അപ്പോൾ ഇവിടെ 500ൻ്റെ 5 നോട്ടുണ്ട്, 6 നോട്ടുണ്ട്, 3000 രൂപ. ഇതിൻ്റെ 10 നോട്ടുണ്ട്, 5ൻ്റെ 10 നോട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാം കറക്റ്റായി. എമൗണ്ട് ഇവിടെ വരുന്നു, റുപ്പീസ് ഇവിടെയും വരും. ഇത്രയും ഭാഗം ഈ രീതിയിൽ ചെയ്യാം. ഇനി ഇവിടെ വേണ്ടത് അതിൻ്റെ ടോട്ടൽ വേണം. അതിൻ്റെ ഓൾട്ട് ഈക്വൽ അല്ലെങ്കിൽ ഇവിടെ നിന്നിട്ട് ഈക്വൽ ടു സം കൊടുത്തൊരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ഇവിടെ നിന്ന് ഡോട്ട് പ്രസ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവന്നാൽ മതി. അത് 26 നോട്ട് മൊത്തം ഉണ്ട്. ഇത് തന്നെ Ctrl+C കൊടുത്തിട്ട് ഇവിടെ AltESF കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അതുപോലെ ഇത് വരും, അതിൻ്റെ സം വരും, ടോട്ടൽ എമൗണ്ടിൻ്റെ സം വരും. പക്ഷേ അവിടെയും ന്യൂമറിക് ഫോമാറ്റ് ആക്കാൻ വേണ്ടി കോമ കൊടുത്തു. ഇനി ഇവിടെ യഥാർത്ഥത്തിൽ നമുക്ക് ഇതേ ഫോമിൽ തന്നെ കോപ്പി ചെയ്താൽ മതി, AltESF. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടെ 0 വരികയാണെങ്കിൽ എല്ലായിടത്തും 0 ആവും. കണ്ടോ, എല്ലാം 0 ആയി. ഇത്രയും. ഇനി നമുക്ക് ചെയ്യേണ്ട കോയിൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. കോയിൻസ് അതായത് ഇവിടെ 50 പൈസ എത്ര ഉണ്ട്, 25 പൈസ, അതെങ്ങനെയാണെന്ന് നോക്കാം. ഇനി ഇവിടെ പൈസ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിന് നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ഈക്വൽ ടു ഫോമുല കൊടുക്കേണ്ടത് ഈക്വൽ ടു കൊടുത്തു. ഇവിടെ ഏതാണ് C18 × 0.50 എന്ന് കൊടുക്കാം. ഇവിടെ ഈക്വൽ ടു C19 × 0.25 എന്ന് കൊടുത്താൽ മതി. ഇവിടെ ഈക്വൽ ടു C20 × 0.10 10 പൈസ. ഇവിടെ ഈക്വൽ ടു C21 × 0.05 5 പൈസ ആയതുകൊണ്ട്. ഇനി ഇവിടെ ഫോമാറ്റ് മാറ്റാം, കോമ ഫോമാറ്റിലോട്ട് മാറ്റാനായിട്ട് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 50 പൈസ ഒരു 50 പൈസയാണെങ്കിൽ 50 പൈസ എന്ന് വന്നു. 2 50 പൈസയാണെങ്കിൽ 1 രൂപയായി. ഇവിടെ 3 50 പൈസയാണെങ്കിൽ 1 രൂപ 50 പൈസ. ഇവിടെ പൈസ 4 25 പൈസയാണെങ്കിൽ 1 രൂപ, 1 25 പൈസയാണെങ്കിൽ 1 രൂപ. പക്ഷേ ഇവിടെ എല്ലാം കറക്റ്റായി. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, 2 5 പൈസയാണെങ്കിൽ 10 പൈസ. ഇവിടെ ഒരു പ്രോബ്ലം എന്തെന്ന് ചോദിച്ചാൽ ഇവിടെ 1.50 0.20 ഇങ്ങനെ വരാൻ പാടില്ല. ഈ ചില്ലറ ഇപ്പുറത്തെ സൈഡിൽ പോകണം. ഇവിടെ ആ റൗണ്ടഡ് ഫിഗർ മാത്രമേ വരാവൂ. അതായത് ഞാനിവിടെ 50 പൈസ എന്നുള്ളത് 1 ആണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ 0 ആയിരിക്കണം, ഇവിടെ 0.50 വരണം. ഇവിടെ 2 എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 1 വരണം, ഇപ്പുറത്ത് 0 ആവണം. അതേസമയം 3 എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഈ കോളത്തിൽ 1 വരണം, അടുത്ത കോളത്തിൽ 50 വരണം. അപ്പോൾ അതെന്ത് ചെയ്യാൻ പറ്റും? ഇത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോമുല കറക്റ്റാണ്, പക്ഷേ ഇത് സ്പ്ലിറ്റ് ചെയ്യാൻ വേറെ എന്തെങ്കിലും വഴി നോക്കേണ്ടി വരും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു
Alt IC എന്ന് കൊടുത്തിട്ട് ഒരു കോളം കൂടെ ഇൻസേർട്ട് ചെയ്തു. ഇതൊരു ടെമ്പററി കോളമാണ്, അതായത് നമുക്കിത് ഹൈഡ് ചെയ്ത് വെക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇതിനൊരു കളർ, എന്തെങ്കിലും ഒരു കളർ കൊടുക്കാം. നമുക്ക് ഹൈഡ് ചെയ്യേണ്ടതാണ്. ഇത് ഹിഡൻ എന്ന് കൊടുക്കാം, ഹിഡൻ കോളം. ഇവിടെ നമുക്ക് ഈ ഫോമിൽ ഇവിടെ ടൈപ്പ് ചെയ്യാം, അതായത് ഇവിടെ ചെയ്ത അതേ ഫോമിൽ തന്നെ ഇവിടെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഈക്വൽ ടു 18 ഇൻറ്റു 0.50, ഇവിടെ ഈക്വൽ ടു C19 ഇൻറ്റു 0.25, ഇവിടെ ഈക്വൽ ടു ലെഫ്റ്റ് ആരോ ഇൻറ്റു 0.10, ഇവിടെ ഈക്വൽ ടു C21 ഇൻറ്റു 0.05. ഇങ്ങനെ കൊടുത്തു. ഇതും കോമ ഫോമാറ്റിലോട്ട് മാറ്റാം. കോളം പ്രസ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടുത്തെ ഇതങ്ങ് എടുത്ത് മാറ്റാം. ഇവിടെ ഈ 1.50 ആണ് വരുന്നതെങ്കിൽ ഇവിടെ ചെയ്യേണ്ടത് അതിൻ്റെ ഇവിടെ 1, അതായത് ഈ 1.50യുടെ ഇൻറ്റിജർ പാർട്ട് മാത്രം എടുത്ത് ഇവിടെ കാണിക്കണം, ബാക്കി ഇപ്പുറത്തും കാണിക്കണം. അപ്പോൾ ഈ ഒരു കോളത്തിൽ നിന്ന് ഇതിൻ്റെ ഇൻറ്റിജർ പാർട്ട് എടുക്കാൻ വേണ്ടി നമുക്കൊരു ഫംഗ്ഷൻ പുതിയതായിട്ട് പഠിക്കുക. INT എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷനുണ്ട്. ഇൻറ്റിജർ ഓഫ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ആ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻറ്റിജർ പാർട്ട് മാത്രമായിട്ട് കിട്ടും. അതായത് 1.00. ഞാൻ ഇതിൻ്റെ ഇതേ ഫോമില താഴേക്ക് കോപ്പി ചെയ്യാം. Alt ESF കൊടുത്തു, അത് ഫോമില കോപ്പി ചെയ്തു. ഇവിടെ കണ്ടോ 1 കൊടുത്തപ്പോൾ ഇവിടെ ഒന്നും വന്നിട്ടില്ല. ഇവിടെ ഞാൻ 2 ആണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ ഒന്നുമില്ല. 4 കൊടുത്തു കഴിഞ്ഞാൽ 1 എന്ന് വന്നു. അപ്പോൾ ഈ ഭാഗം കറക്റ്റായി. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, ഈ 00 ഇവിടെ കാണിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിന് നമുക്കറിയാം ഇവിടുത്തെ ഡെസിമൽ കുറച്ചാൽ മതി. ഇങ്ങനെ കുറയ്ക്കാം, ഇങ്ങനെ കുറച്ചെടുക്കാം. ഇത്രയും കറക്റ്റായി. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ 1 എന്നാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒന്നും കാണിക്കില്ല. 2 ആണെങ്കിലും ഇല്ല. 1 റുപ്പി ആയപ്പോൾ 1 എന്ന് വന്നു. ഇനി ഇവിടെ എടുക്കാനായിട്ട് ഇവിടെ ഇതിൻ്റെ ബാക്കി, അതായത് ഈ ഇതിൽ നിന്നും ഇവിടെ വരുന്ന ഇതിൽ നിന്നും ഡെസിമൽ പാർട്ട് മാത്രമായിട്ട് എടുക്കണം. അതിന് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ ചെയ്യാം. അതായത് ഇവിടെ ഞാനിപ്പോൾ 5 കൊടുത്തു കഴിഞ്ഞാൽ 2.50, ഇതിൽ നിന്ന് 50 ഇവിടെ വരണം. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ കൊടുക്കേണ്ടത് ഈക്വൽ ടു കൊടുത്തിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് ഈ 2.50യിൽ നിന്നും 2 കുറച്ചാൽ കിട്ടുന്നതാണ് ആയിരിക്കുമല്ലോ ആ വാല്യൂ. അതായത് 2.5യിൽ നിന്നും 2 കുറച്ച് കഴിഞ്ഞാൽ 50 പൈസ കിട്ടും. ആ 50 പൈസയാണ് ഇവിടെ കിട്ടുന്നത്. D8 മൈനസ് 50 പൈസ ഇവിടെ കിട്ടി. പക്ഷേ 50 പൈസ 0.50 എന്ന് കാണിക്കുന്ന ഒരു ഭംഗിയില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് നമ്മളൊരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അത് 50 തന്നെ കാണിക്കും. അപ്പോൾ അതുപോലെ ഇതേ ഫോമിൽ തന്നെ താഴേക്ക് കോപ്പി ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ മനസ്സിലായോ? അതായത് 2.50യിൽ നിന്നും ഈ 2.50യിൽ നിന്നും 2 മൈനസ് ചെയ്താൽ ബാലൻസ് കിട്ടും. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. D8 മൈനസ് E18. അത് 0.50 എന്ന് വരുന്നത് കൊണ്ട് അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് 50 എന്ന് വരും. ഇതേ ഫോമിൽ തന്നെ താഴേക്ക് കോപ്പി ചെയ്തു. Ctrl C കൊടുത്തിട്ട് Alt ESF കൊടുത്തു. ഇനി ഇവിടെ കോമ ഫോമാറ്റ് ആക്കിയാൽ മതി. കോമ ഫോമാറ്റ് ആക്കിയതിന് ശേഷം ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ ചെയ്തതിന് പകരം ഇവിടെയും 2 ഡെസിമൽ അങ്ങ് മാറ്റിയാൽ മതി. അതായത് ഇവിടെ ഇത്രയും മാറ്റിയതിന് ശേഷം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മതി. ഇപ്പോൾ കറക്റ്റായി വന്നു. ഇപ്പോൾ ഞാനിവിടെ 50 പൈസ, ഒരു 50 പൈസയാണെങ്കിൽ ഒരു 50 പൈസ എന്ന് കാണിക്കും. 2 50 പൈസയാണെങ്കിൽ 1 രൂപയായിട്ട് കാണിക്കും. 3 50 പൈസയാണെങ്കിൽ 1.5 ആയിട്ട് കാണിക്കും. 4 50 പൈസയാണെങ്കിൽ 2 രൂപ. 5 50 പൈസയാണെങ്കിൽ 6. അപ്പോൾ അത് ഫോമുല കറക്റ്റായി. ഈ രീതിയിൽ നമുക്ക് ഇത് ചെയ്യാം. ഇനി ഇവിടെയും വേണമെങ്കിൽ ഇപ്പോൾ ഈ ഒരു കോളം നമുക്ക് ആവശ്യമില്ല. ഇവിടെ ടോട്ടൽ കോയിൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നേരത്തെ ചെയ്ത പോലെ ഇവിടെ Alt ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ ആ സം അവിടെ കിട്ടും. ഇവിടെയും 2 ഡെസിമൽ അങ്ങോട്ട് മാറ്റാൻ വേണ്ടി 2 എണ്ണം മാറ്റി. ഇവിടെ ഇതേ ഫോമുല തന്നെയാണ്. Ctrl C കൊടുത്തിട്ട് Alt ESF കൊടുത്തു കഴിഞ്ഞാൽ മതി. ഇവിടെ മൈനസ് വന്നതിന് കാര്യം ഇവിടെ നമ്മൾ ഇതിൻ്റെ ടോട്ടൽ എടുത്തിട്ടില്ല. ഇവിടെ ഒരു ടോട്ടൽ എടുക്കണം. Alt ഈക്വൽ ടു ഇപ്പോൾ കറക്റ്റായി. എല്ലാം ടോട്ടൽ എടുത്തു കഴിഞ്ഞപ്പോൾ കറക്റ്റ് 3 രൂപ 70 പൈസ. അപ്പോൾ ടോട്ടൽ 12 കോയിനുണ്ട്. അതിൽ 3 രൂപയുണ്ട്, 70 പൈസയുണ്ട്. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നമുക്ക് യഥാർത്ഥത്തിൽ ഈ കോളത്തിൻ്റെ ആവശ്യമേ ഇല്ല. ഇത് വേണമെങ്കിൽ ഹൈഡ് ചെയ്യാം. അത് ഞാൻ അതിന് മുമ്പ് പറയാം. ഇനി ഇവിടെ ഗ്രാൻഡ് ടോട്ടൽ കാണണം. അതിനുവേണ്ടി ഈക്വൽ ടു പ്രസ് ചെയ്ത് ടോട്ടൽ നോട്ട്സ് ഇവിടെയുണ്ട്. ഇവിടെ ടോട്ടൽ നോട്ട്സ് പ്ലസ് ടോട്ടൽ കോയിൻസ്. ഇതിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ ഇത് കാണിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇവിടെ മാത്രം ടോട്ടൽ മതി. അതായത് ഈക്വൽ ടു 940 പ്ലസ് 3, 943 രൂപ. ഇവിടെ 70 പൈസ. 943 രൂപ 70 പൈസ. ഇത് കറക്റ്റ് വന്നു.
ഇവിടെയും കോമ ഫോമാറ്റ് ആക്കിയതിന് ശേഷം ഇത് മാറ്റിയാൽ മതി. ഇപ്പോൾ ഇത് കറക്റ്റായി വന്നു കഴിഞ്ഞു. ഇവിടെ ഒരു കോളം കൂടെ ഞാൻ എൻ്റർ ചെയ്യുക. Alt IR കൊടുത്തതിന് ശേഷം ഇവിടെ ഒറിജിനൽ എന്ന് ടൈപ്പ് ചെയ്യാം. ഇത് ഒറിജിനൽ. ഇനി ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റാണ് ഇപ്പുറത്തെ സൈഡിൽ എടുക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഏകദേശം നമുക്ക് ചെയ്യേണ്ട കാര്യമായി. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ എക്സൽ അറിയാവുന്ന ഒരാൾക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ജോലി എക്സൽ അറിഞ്ഞൂടാത്ത ഒരാളാണ് ചെയ്യുന്നതെങ്കിൽ മിസ്റ്റേക്കുകൾ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവിടെ അറിയാതെ കൈ തട്ടിപ്പോയാൽ ഫോമുല ഡിലീറ്റ് ആയി പോകും. അപ്പോൾ ഉടനെ അത് വീണ്ടും ഫോമുല കൊടുക്കേണ്ടി വരും. അതറിയില്ല. അപ്പോൾ എക്സൽ അറിയാവുന്ന ഒരാളുടെ സഹായം വേണം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു എൻഡ് യൂസർ, അതായത് എക്സൽ അറിഞ്ഞുകൂടാത്ത ഒരാൾ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് എൻട്രി ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ മാത്രം എൻ്റർ ചെയ്യാം. ബാക്കി എക്സലിലെ ബാക്കി എല്ലാ ഭാഗങ്ങളും പ്രൊട്ടക്റ്റ് ചെയ്യണം. അതുപോലെ വാലിഡേഷൻ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതെല്ലാം അടുത്ത പാർട്ടിൽ ചെയ്യാം. കാരണം ഈ വീഡിയോ കുറച്ച് ലെങ്ത് കൂടി പോകുന്നതായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് അത് അടുത്ത പാർട്ടിൽ ചെയ്യാം. ഇനി ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഇത്രയും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനായിട്ട് ഇത്രയും ഭാഗം സെലക്ട് ചെയ്തു. Ctrl+C കൊടുത്തതിന് ശേഷം ഇവിടെ ഇപ്പോൾ ശ്രദ്ധിച്ചാൽ 1, 2, 3, 4, 5 കോളംസ് ഉണ്ടാകും. ഇവിടെ നിന്നും 5 കോളം സെലക്ട് ചെയ്യാം. 5 കോളം സെലക്ട് ചെയ്തതിന് ശേഷം Alt+ESFT ഫോമാറ്റ്സ് മാത്രം, ഈ ഒരു സെക്ഷൻ്റെ ഫോമാറ്റ് മാത്രം ഇങ്ങോട്ട് കോപ്പി ചെയ്യുക എന്നുള്ളതാണ്. അത്രയും കോപ്പി ചെയ്തു. അതുപോലെ ഇനി അടുത്ത് ഇവിടെ നിന്നും 5 കോളം സെലക്ട് ചെയ്തതിന് ശേഷം F4 പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അത് ലാസ്റ്റ് കമാൻഡ് റിപ്പീറ്റായി. ഇവിടെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് എഴുതാം. ഡ്യൂപ്ലിക്കേറ്റ്, ഇവിടെ ട്രിപ്ലിക്കേറ്റ്. അപ്പോൾ 3 ഇതായി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ഇതേ ഡാറ്റ തന്നെ ഇങ്ങോട്ട് കോപ്പി ചെയ്യണം. അപ്പോൾ ഈക്വൽ ടു അത് കൊടുത്താൽ മതി. ഇവിടെയും അതുപോലെ ഈക്വൽ ടു ഈ സെല്ല് തന്നെ പറഞ്ഞാൽ മതി. ഇവിടെയും ഈക്വൽ ടു ഇങ്ങനെ കൊടുത്തു. ഈക്വൽ ടു എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, വേണമെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഇത്രയും ഭാഗത്തെ ഒരു കോപ്പി എടുത്ത് ഇപ്പുറത്ത് പേസ്റ്റ് ചെയ്താലും മതി. ഇതിൻ്റെ ഒരു ഉപയോഗം, നമുക്കിവിടെ എന്തെങ്കിലും കറക്ഷൻസ് വേണമെങ്കിൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെയും കറക്റ്റായി വരും. ഈ ഭാഗമെല്ലാം നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് കറക്ഷൻ ചെയ്യേണ്ട ഭാഗം ഇവിടെ മാത്രമായിരിക്കും. അവിടെ കറക്റ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ എല്ലാം കറക്റ്റ് ചെയ്യുക. അത് എല്ലായിടത്തും പോയി കറക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. ഇവിടെയും അതുപോലെ ഈക്വൽ ടു കൊടുത്തതിന് ശേഷം ഈ സെല്ല് കൊടുത്തു. ഇനി ഇതിന് Ctrl+C കൊടുത്തു. Alt+ESF ഫോമുലാസ് കോപ്പി ചെയ്തു. നമുക്ക് ഇതേ കാര്യം തന്നെയാണ് അങ്ങോട്ട് കോപ്പി ചെയ്യേണ്ടത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് ഇനി ഇതേ കാര്യങ്ങൾ തന്നെ അപ്പുറത്ത് കോപ്പി ചെയ്യണം. അപ്പോൾ ഇത് Ctrl+C കൊടുത്തതിന് ശേഷം ഇവിടെ ഫുൾ ഇങ്ങനെ അങ്ങ് എടുത്താൽ മതി. Alt+ESF അത് കൊടുത്തു. അതെല്ലാം അതുപോലെ വന്നു. ഇവിടെ അതുപോലെ തന്നെയാണ്. Ctrl+C കൊടുത്തു. Alt+ESF കൊടുത്തു. ഇത്രയായി കഴിഞ്ഞപ്പോൾ ഇവിടെ എല്ലാം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓരോന്നും ഇവിടെ H8നെയാണ് റെപ്രസെൻറ്റ് ചെയ്തത്. ഇവിടെ H8 ഈ ഒരു സെല്ലിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ അതിൻ്റെ ഫുള്ളായി. ഇവിടെ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അടുപ്പിക്കാൻ വേണ്ടി ഇവിടെ കോളം വിഡ്ത്ത് 4 കൊടുത്തു. ഇനി അതേ വിഡ്ത്ത് തന്നെ ഇപ്പുറത്ത് കോപ്പി ചെയ്യാൻ വേണ്ടി ഇവിടെ നിന്നിട്ട് Ctrl+C കൊടുത്തിട്ട് ഇവിടെ വന്ന് Alt+ESF കൊടുത്തു കഴിഞ്ഞാൽ കോളം വിഡ്ത്ത് അതുപോലെ കോപ്പി ആവും. അപ്പോൾ കോളം വിഡ്ത്തുമായി. ഇപ്പോൾ നമ്മുടെ ഏകദേശം ഇവിടെ വേണമെങ്കിൽ ഒരു Alt+IR കൊടുത്ത് ഒരു ലൈൻ കൂടെ ഇൻസേർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഇത് കംപ്ലീറ്റ് ആയി. ഇനി ഇവിടെ ഇത്രയും ഭാഗം പ്രിൻറ്റ് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ കൊണ്ട് ഇനി ഒരു കാര്യം ഞാൻ ഇത് വിട്ടുപോയി. ഇവിടെ നമുക്ക് ഈ ഒരു സെല്ലിൻ്റെ ആവശ്യമില്ല. ഈ 2 സെല്ലും, കാരണം ഇവിടെ മാത്രമേ ആ കാൽക്കുലേഷൻ ചെയ്താൽ മതി. അതിൻ്റെ കോപ്പിയാണ് ഇപ്പുറത്ത് വരുന്നത്. അതുകൊണ്ട് ഈ സെല്ല് നമുക്കങ്ങ് ഒഴിവാക്കാം. അതുകൊണ്ട് Alt+EDC കൊടുത്തു കഴിഞ്ഞാൽ ആ കോളം എൻ്റയർ കോളം ഡിലീറ്റായി. അതുപോലെ ഇവിടെയും ആ കോളത്തിൻ്റെ ആവശ്യമില്ല. അതിവിടെ വെച്ചിട്ട് F4 പ്രസ് ചെയ്താൽ മതി, ലാസ്റ്റ് കമാൻഡ്. അപ്പോൾ ഇത്രയായി കഴിഞ്ഞു. ഇനി ഈ കോളം ഹൈഡ് ചെയ്യണം. അതാണ് അവസാനമുള്ളത്. അതിന് Ctrl+0 കൊടുത്തു കഴിഞ്ഞാൽ ആ കോളം ഹൈഡ് ആവും. ഇപ്പോൾ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് ആയി കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമ്മൾ അടുത്ത പാർട്ടിലും ഇതിൽ തന്നെ കുറേ കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. വാലിഡേഷനും അതുപോലെ ഷീറ്റിൻ്റെ ഒരു പ്രത്യേക ഭാഗങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും അടുത്ത പാർട്ടിലും ഞാൻ ചെയ്യാൻ പോകുന്നത്. അടുത്ത പാർട്ട് അപ്ലോഡ് ആകുന്നവരെ കാത്തിരിക്കുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.